ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ഒരു ഡിന്നർ റെസിപ്പിയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേവിച്ചതൊന്നുമല്ല കേട്ടോ, പച്ച ഉരുളക്കിഴങ്ങ് തോലെല്ലാം കളഞ്ഞ് രണ്ടായിട്ട് ചെറുത് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാമേ. അപ്പോൾ നല്ലോണം അത് കട്ടകളെല്ലാം നല്ലോണം ഉടഞ്ഞ് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതാ ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കേട്ടോ, അതും ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി വെജ് ആണെങ്കിൽ ഈ മുട്ട ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചില്ലി ഫ്ലെക്സ് നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താലും മതിയേ. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്, ആദ്യം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഒരു ഒരു തിക്നെസ് ആയിട്ടുള്ള പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തതിൽ എനിക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയോ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയോ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ വലിയ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ദോശ പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ അതിലേക്ക് നല്ലോണം എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഓരോ തവിയായിട്ട് നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്കതങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഷേപ്പും മോഡലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലാകുമ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് റോളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ സ്ക്വയർ ഷേപ്പ് ആക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ റൗണ്ട് ഷേപ്പ് ആക്കി നമ്മുടെ ദോശയൊക്കെ ചുടുന്നത് പോലെ നമുക്ക് ചുട്ടെടുക്കാനും മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും ഡിന്നറായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുട്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ മുട്ടയും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പൊട്ടിപ്പോകുകയൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതങ്ങ് മറിച്ചെടുക്കാനായിട്ട് സാധിക്കുവേ. അപ്പം ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ദോശയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചൊന്ന് ദോശ തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ചുട്ട് വരുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് അതങ്ങ് മുരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും നമുക്ക് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് റോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ, സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ദോശ ചുട്ടെടുത്തത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ല, നോർമലായിട്ട് നമുക്ക് സാധാ രീതിയിൽ ദോശ ചുട്ടാണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും വച്ചില്ലെങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് റോളാക്കി എടുത്ത് നമുക്കൊരു സോസൊക്കെ വെച്ച് മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്തോട്ട് ഒരു ചീസ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസ് വെച്ച് കഴിച്ച് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ചീസ് ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ അങ്ങ് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റെസിപ്പിയാണ്, കൂടാതെ നല്ലൊരു സ്നാക്സ് റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇതേപോലെ അങ്ങ് തയ്യാറാക്കി കൊടുത്തയക്കാം കേട്ടോ. കണ്ടോ, ചീസ് ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി. നമുക്ക് എന്നിട്ട്
കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സ്നാക്സ് റെസിപ്പിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ.